വീണ്ടും മാവോയിസ്റ്റ് നേതാവിനെ വധിച്ചു. CPI മാവോയിസ്റ്റ് നേതാവായ സുധാകർ റെഡ്ഡിയെയാണ് വധിച്ചതെന്ന് റിപ്പോർട്ട്. ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എപ്പോഴാണ് പുറത്തു വന്നത്? മറ്റു വിവരങ്ങൾ? അജയ്, ഉച്ചയോടുകൂടിയാണ് ഛത്തീസ്ഗഡിലെ ബിജാപൂരിലുണ്ടായ ഏറ്റുമുട്ടൽ CPI മാവോയിസ്റ്റ് നേതാവായ സുധാകർ റെഡ്ഡിയെ വധിച്ചുവെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 50 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവാണ് ഇന്ന് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 500-ലധികം മാവോയിസ്റ്റുകളാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ ഛത്തീസ്ഗഡിൽ കീഴടങ്ങിയത്. 2026 മാർച്ച് മാസത്തോടുകൂടി ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകളെയൊക്കെയും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിരവധി മാവോയിസ്റ്റുകൾ ദിനംപ്രതി കീഴടങ്ങുന്നത്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെ മാവോയിസ്റ്റുകളെ വധിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരമനുസരിച്ച് ഛത്തീസ്ഗഡിലെ ബിജാപൂരിലുണ്ടായ ഏറ്റുമുട്ടൽ മാവോയിസ്റ്റ് CPI മാവോയിസ്റ്റ് നേതാവായ സുധാകർ റെഡ്ഡിയെ വധിച്ചു എന്നുള്ള വാർത്തയാണ് സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.